أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട വിഷയം ആരംഭിക്കുന്നതാണ്. ഹുദൈബിയ സന്ധി ഹിജ്റ 6-ാം വർഷം ദുൽഖാദ മാസം, അതായത് AD 628 മാർച്ച് മാസത്തിലാണ് ഉണ്ടായത്. ഇതിനെ ഹുദൈബിയ യുദ്ധം എന്നും പറയാറുണ്ട്. ഹുദൈബിയ യുദ്ധത്തെ സംബന്ധിച്ച് അള്ളാഹു സൂറത്തുൽ ഫത്ഹ് എന്ന ഒരു അധ്യായം തന്നെ ഇറക്കുകയുണ്ടായി. ഇതിന്റെ പ്രാരംഭ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും നാം നിനക്ക് സ്പഷ്ടമായൊരു വിജയം നൽകിയിരിക്കുന്നു. മുമ്പും പിമ്പുമുള്ള നിന്റെ വൈകല്യങ്ങളെ അള്ളാഹു നിന്നിൽ നിന്ന് മറയ്ക്കുന്നതിനും നിന്റെ മേൽ അവന്റെ അനുഗ്രഹത്തെ പൂർത്തീകരിക്കുന്നതിനും നിന്നെ സന്മാർഗത്തിൽ നയിക്കുന്നതിനും അള്ളാഹു നിനക്ക് പ്രബലമായ സഹായം നൽകുന്നതിനും വേണ്ടിയാണിത്. ഇതിനെ എന്തുകൊണ്ടാണ് ഹുദൈബിയ യുദ്ധം എന്ന് പറയുന്നത്? അതിന്റെ വിവരണം ഇപ്രകാരമാണ്, ചുരുക്കി പ്രതിപാദിക്കാം. ഹുദൈബിയ ഒരു കിണറിന്റെ പേരാണ്. അത് കാരണമാണ് ഈ സ്ഥലത്തിന് ഹുദൈബിയ എന്ന പേര് വന്നത്. ഇസ്ലാമിന്റെ ആരംഭകാലത്ത് ഈ കിണർ യാത്രക്കാർക്കും ഹാജിമാർക്കും ഒരുപാട് ഉപയോഗപ്രദമായിരുന്നു. പക്ഷേ അവിടെ ജനവാസമുണ്ടായിരുന്നില്ല. ഹുദൈബിയ മക്കയിൽ നിന്ന് ഒരു കാതം, അതായത് 9 മൈൽ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ദൂരം ഏകദേശം 250 മൈൽ ആകുന്നു. മദീനയിൽ നിന്ന് ഹുദൈബിയ വരെ ഏറെക്കുറെ 241 മൈൽ ദൂരമുണ്ട്. ഹുദൈബിയ മക്കയുടെ പടിഞ്ഞാറേ അതിർത്തിയാണ്. ചിലരുടെ വീക്ഷണത്തിൽ അതിന്റെ ഭൂരിഭാഗവും വിശുദ്ധ ഭൂമിയിൽ ഉൾപ്പെടുന്നു. കുറച്ചു ഭാഗം അതിൽ നിന്ന് പുറത്താണ്. ഇവിടെ ഹുദൈബിയയുടെ സ്ഥലത്താണ് മുസ്ലിങ്ങളും ഖുറൈശികളും തമ്മിൽ ഉടമ്പടി ചെയ്തത്. അത് സുലഹ് ഹുദൈബിയ അഥവാ ഹുദൈബിയ സന്ധി എന്ന് അറിയപ്പെടുന്നു. നിവേദനങ്ങളിൽ ഇത് ഹുദൈബിയ യുദ്ധം എന്നും പറയപ്പെടുന്നുണ്ട്. ഒരു നിവേദനത്തിൽ ഇതിനെ തഹാമ യുദ്ധം എന്നും പറഞ്ഞിട്ടുണ്ട്. മക്കക്കാരും അതിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശത്തും ശക്തമായ ചൂടുണ്ടായിരുന്നു. ചൂടുകാറ്റ് നിമിത്തമാണ് തഹാമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരും തഹാമ എന്ന് ആയി. അതിന്റെ കാരണം എന്തായിരുന്നു? നിവേദനങ്ങളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് എന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഹുദൈബിയയിലേക്ക് യാത്ര തിരിച്ചു. നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു സ്വപ്നമുണ്ടായി. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും
സമാധാനത്തോടുകൂടി ശിരസ് മുണ്ഡനം ചെയ്ത്, അതായത് തലമുടി മുറിച്ചു മാറ്റി മക്കയിൽ പ്രവേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുല്ലായിൽ പ്രവേശിക്കുന്നു. അതിന്റെ താക്കോൽ വാങ്ങുന്നു. അറഫ മൈതാനത്ത് തമ്പടിച്ചവരോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമും തങ്ങുന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളെയും തൊട്ടടുത്തുള്ള ഗ്രാമീണവാസികളെയും തന്നോടൊപ്പം പുറപ്പെടാൻ വേണ്ടി വിളിക്കുന്നു. ഈ യാത്രയിൽ മുസ്ലിങ്ങളുടെ പക്കൽ വാളുകളല്ലാതെ മറ്റൊരു ആയുധവും ഇല്ലായിരുന്നു. വാളുകളെല്ലാം ഉറകൾക്കുള്ളിലുമായിരുന്നു. അക്കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും വാളുകൾ കരുതിയിരുന്നു. വാളുള്ളവരെല്ലാം യുദ്ധം ചെയ്യുമെന്ന് അതുകൊണ്ട് അർത്ഥമാകുന്നില്ല. ഹദ്റത്ത് ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് അബൂ സുഫിയാനിൽ നിന്നും കൂട്ടരിൽ നിന്നും മുസ്ലിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അങ്ങ് എന്തുകൊണ്ടാണ് യുദ്ധത്തിനുള്ള സാധനങ്ങൾ കൂടെ കരുതാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഉംറയ്ക്കുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്, അതുകൊണ്ട് ആയുധങ്ങൾ കയ്യിൽ കരുതാൻ ആഗ്രഹിക്കുന്നില്ല. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ സ്വപ്നത്തെ പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നം കണ്ടതിന് ശേഷം തന്റെ സഹാബാക്കളെ ഉംറയ്ക്ക് തയ്യാറാകാൻ ആഹ്വാനം ചെയ്തു. ഉംറ ഒരർത്ഥത്തിൽ ചെറിയ ഹജ്ജാകുന്നു. അതിൽ ഹജ്ജിന്റെ ചില കാര്യങ്ങൾ ഒഴിവാക്കി ബൈത്തുള്ളയെ പ്രദക്ഷിണം ചെയ്യുകയും ബലിയിറക്കുകയുമാണ് ചെയ്യുന്നത്. ഹജ്ജിനെ പോലെ അതിന് വർഷത്തിൽ ഒരു നിശ്ചിത സമയമില്ല, മറിച്ച് ഈ ഇബാദത്ത് എല്ലാ കാലത്തും അനുഷ്ഠിക്കാവുന്നതാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ഇപ്രകാരം വിളംബരപ്പെടുത്തി, ഈ യാത്രയിൽ ഒരു തരത്തിലുള്ള യുദ്ധവും ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് തികച്ചും സമാധാനപരമായി ഇബാദത്ത് നിർവഹിക്കുക മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ആരും തന്നെ ഈ യാത്രയിൽ ആയുധങ്ങൾ കരുതരുത്. അതേസമയം അറബികളുടെ പതിവനുസരിച്ച് വാളുകൾ മാത്രം അതിൻ്റെ ഉറകളിലിട്ട് യാത്ര ചെയ്യുന്ന രീതിയിൽ കൂടെ കരുതാവുന്നതാണ്. ഹുദൈബിയ യുദ്ധാവസരത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം എത്രയായിരുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഒരു നിവേദനമനുസരിച്ച് 1000-ൽ അല്പം കൂടുതൽ സഹാബാക്കൾ ഉണ്ടായിരുന്നു. വേറൊരു നിവേദനത്തിൽ 1300 എന്നും മറ്റൊരു നിവേദനത്തിൽ 1400 എന്നും പറയുന്നു. 1700 പേരുണ്ടായിരുന്നു എന്ന നിവേദനവും വന്നിട്ടുണ്ട്. അതായത് 1000 മുതൽ 1700 വരെ ആളുകൾ എന്ന വ്യത്യസ്ത നിവേദനങ്ങൾ ഉണ്ട്. പുറപ്പെടാൻ നേരത്ത് കുർബാനി ചെയ്യാനുള്ള മൃഗങ്ങളെ ഹദ്റത്ത് നാജിയ ബിൻ ജുന്ദബ് അസ്ലമിയെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് അവയെ സുൽ ഹലീഫയിൽ കൊണ്ടുപോയത്. സുൽ ഹലീഫയും മദീനയിൽ നിന്ന് 6-7 മൈൽ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. യാത്ര പുറപ്പെട്ടപ്പോൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അഭാവത്തിൽ എപ്പോഴും പിൻഗാമിയെ അഥവാ പ്രാദേശിക അമീറിനെ നിശ്ചയിക്കാറുണ്ടായിരുന്നു. ഇബ്നു ഹിഷാമിന്റെ നിവേദനമനുസരിച്ച് ഹസ്രത്ത് നുമൈല ബിൻ അബ്ദുല്ലാഹിനെയാണ് നായിബ് ആയി നിശ്ചയിച്ചത്. ബിലാദരി പറയുന്നു, ഹസ്രത്ത് അബു റഹം കുൽസും ബിൻ ഹുസൈൻ ആണെന്ന് കാണുന്നു. ചിലരുടെ വീക്ഷണത്തിൽ ഹസ്രത്ത് ഉമ്മ മക്തൂമിനെ ഇമാമു സലാത്തായി നിശ്ചയിച്ചു. മറ്റുള്ളവരെ അദ്ദേഹത്തിന്റെ നായിബീങ്ങളായി നിശ്ചയിച്ചു. ഇങ്ങനെ വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പും പുറപ്പെടുന്നത് സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിളംബരത്തിന് ശേഷം വീട്ടിൽ പ്രവേശിക്കുകയും കുളിക്കുകയും സുഹാറിൽ ഉണ്ടാക്കിയ 2 വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. സുഹാർ യമനിലെ ഒരു പ്രദേശമാകുന്നു. അവിടെയുള്ള വസ്ത്രങ്ങൾ വളരെ നല്ലതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാതിലിനടുത്ത് പുറത്തേക്ക് വന്നു.
തൻ്റെ ഒട്ടകമായ കസ്വയിൽ യാത്ര പുറപ്പെട്ടു. ഈ യാത്രയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി സ്വലമിയുടെ ധർമ്മപത്നി ഹദ്റത്ത് ഉമ്മ സൽമയും നബി സല്ലല്ലാഹു അലൈഹി സ്വലോടൊപ്പം ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഖഅദ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് പുറപ്പെട്ടത്. ദുൽ ഹലീഫയിൽ എത്തിയ ശേഷം അവിടെ ളുഹർ നമസ്കരിച്ചു. തുടർന്ന് കുർബാനിക്കുള്ള മൃഗങ്ങളെ വരുത്തിച്ചു. അത് 70 എണ്ണം ഉണ്ടായിരുന്നു. അവയെ ഹാരമണിയിച്ചു. പിന്നീട് കുറച്ച് ഒട്ടകങ്ങൾക്ക് അടയാളമിട്ടു. അതായത് അവ കുർബാനിക്കുള്ള ഒട്ടകമാണെന്നറിയാൻ അവയുടെ പൂഞ്ഞയിൽ അടയാളം വയ്ക്കുകയുണ്ടായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് നാജിയ ബിൻ ജുന്ദബിനോട് കൽപ്പിച്ചതനുസരിച്ച് അദ്ദേഹം മറ്റ് മൃഗങ്ങൾക്ക് മേലും അടയാളമിടുകയും അവയ്ക്ക് ഹാരാർപ്പണം നടത്തുകയും ചെയ്തു. മറ്റ് മുസ്ലിങ്ങളും തങ്ങളുടെ മൃഗങ്ങൾക്ക് മാലയിട്ട് കൊടുക്കുകയും അതിൽ അടയാളം വയ്ക്കുകയും ചെയ്തു. ഈ യാത്രയിൽ മുസ്ലിങ്ങളുടെ പക്കൽ 200 കുതിരകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം കെട്ടിയത് സംബന്ധിച്ച വിശദീകരണം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിച്ചു. ദുൽ ഹുലൈഫയിലെ മസ്ജിദിന്റെ കവാടത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുള്ളയെ സന്ദർശിക്കുന്നതിനും അതിനെ ആദരിക്കുന്നതിനുമാണ് വരുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്കുള്ള ഇഹ്റാം കെട്ടുകയുണ്ടായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം തൽബിയത്ത് ചൊല്ലി: ഞാൻ ഹാജരായിരിക്കുന്നു, അള്ളാഹുവേ ഞാൻ ഹാജരായിരിക്കുന്നു, ഞാൻ ഹാജരായിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ഞാൻ ഹാജരായിരിക്കുന്നു, എല്ലാ സ്തുതികളും അനുഗ്രഹവും രാജാധിപത്യവും നിന്റേതു മാത്രമാണ്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി, അവരെന്തെങ്കിലും ദുഷ്ടലാക്ക് വെച്ച് പുലർത്തുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി കൂടുതൽ മുൻകരുതൽ എന്ന നിലയ്ക്ക് ഒരു അന്വേഷകനെ ഹദ്റത്ത് ബസർ ബിൻ സുഫിയാനെ നേരത്തെ അയക്കുകയുണ്ടായി. ഒരു നിവേദനമനുസരിച്ച് ഹദ്റത്ത് ഇബാദ് ബിൻ ബഷറിനെ, മറ്റൊരു നിവേദനമനുസരിച്ച് ഹദ്റത്ത് സഅദ് ബിൻ സയ്യിദ് അശ്അലിയെ 20 കുതിരസവാരിക്കാരുടെ നായകനായി നിശ്ചയിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞയച്ചിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ തമ്പടിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗഹ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഇത് മദീനയിൽ നിന്ന് 73 കിലോമീറ്റർ അകലെയാണ്. ചെങ്കടലിന്റെ അടുത്ത് കരയിൽ അസീക താഴ്വരയിൽ കുറച്ച് മുശ്രിക്കീങ്ങൾ ഉണ്ടെന്ന് അറിവ് ലഭിക്കുകയുണ്ടായി. അവർ ഓർക്കാപ്പുറത്ത് മുസ്ലിങ്ങളെ ആക്രമിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബൂ ഖത്താദ അൻസാരിയെ, അദ്ദേഹം ഇഹ്റാം കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, സഹാബാക്കളുടെ ഒരു സംഘത്തോടൊപ്പം അവരുടെ അടുക്കലേക്ക് പറഞ്ഞുവിടുകയുണ്ടായി. ഈ യാത്രയിൽ ചില അത്ഭുതങ്ങൾ ഉണ്ടായതിനെ പറ്റിയും പരാമർശമുണ്ട്. യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റും ഒരുമിച്ച് കൂടി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നിൽ ഒരു വെള്ളമുള്ള പാത്രം വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് വുദു ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് കാര്യം? സഹാബാക്കൾ പറഞ്ഞു, അങ്ങയുടെ പക്കൽ ഈ പാത്രത്തിലുള്ള വെള്ളമല്ലാതെ ഞങ്ങളുടെ ആരുടെ കയ്യിലും കുടിക്കാനോ വുദു എടുക്കാനോ വെള്ളമില്ല. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത പാത്രത്തിൽ തന്റെ കൈവച്ചു. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിൽ നിന്ന് ശക്തിയായി ജലധാര എന്ന പോലെ വെള്ളം വരാൻ തുടങ്ങി. അതായത് വെള്ളത്തിന്റെ നീരുറവ പൊട്ടിപ്പുറപ്പെട്ടതുപോലെ ഉണ്ടായിരുന്നു. ഹസ്രത്ത് ജാബിർ പറയുന്നു, ഞങ്ങൾ എല്ലാവരും വെള്ളം കുടിക്കുകയും വുദു എടുക്കുകയും ചെയ്തു. അഥവാ ഞങ്ങളുടെ എണ്ണം 1,00,000 ആയിരുന്നെങ്കിൽ പോലും ആ വെള്ളം ഞങ്ങൾക്ക് ധാരാളമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ 1500 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഈ സംഭവത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്ത് ഇങ്ങനെ വിവരിക്കുന്നു: ഈ യാത്രക്കിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന ഒരു പാത്രത്തിലല്ലാതെ മറ്റൊരു പാത്രത്തിലും വെള്ളമുണ്ടായിരുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബാക്കൾ വെള്ളമില്ലെന്ന് പരാതി പറഞ്ഞപ്പോൾ തന്റെ പാത്രത്തിനു മുകളിൽ തന്റെ പരിശുദ്ധമായ കരം വെച്ചു. തുടർന്ന് പ്രസ്തുത പാത്രം ചരിച്ചുകൊണ്ട് സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാത്രങ്ങളുമായി വന്ന് വെള്ളം നിറച്ചുകൊള്ളുക.
നിവേദകൻ പറയുന്നു, ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിൽ നിന്ന് അരുവി പൊട്ടിപ്പുറപ്പെട്ടതുപോലെ ശക്തിയായി വെള്ളം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആവശ്യത്തിന് വെള്ളമെടുത്തു. മുസ്ലിങ്ങളുടെ പ്രയാസം മാറുകയും ചെയ്തു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഈ സംഭവത്തെ കുറിച്ച് വിവരിക്കുന്നു. ലിക്ക എന്ന അവസ്ഥയിലെത്തുമ്പോൾ ചില സമയത്ത് മാനുഷിക കഴിവിനതീതമായ ചില കാര്യങ്ങളും മനുഷ്യരിലൂടെ സംഭവിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവിക ശക്തികളുടെ ഒരു വർണ്ണം അവർക്ക് ലഭിക്കുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വ്യക്തിഗതമായ കഴിവുകൾ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം ദുആകളൊന്നും ഇല്ലായിരുന്നു. പലപ്പോഴും വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട്, അതായത് ഒരു പാത്രം വെള്ളത്തിൽ തന്റെ വിരലുകൾ ഇട്ടപ്പോൾ മുഴുവൻ സൈന്യവും ഒട്ടകവും കുതിരകളും അതിൽ നിന്ന് വെള്ളം കുടിച്ചു. പിന്നെയും പ്രസ്തുത വെള്ളത്തിന്റെ അളവ് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും 2-3 റൊട്ടികൾക്ക് മീതെ തന്റെ കൈവച്ചപ്പോൾ ആയിരക്കണക്കിന് വിശന്നു വലഞ്ഞവർ അത് മുഖേന വയറു നിറയെ ഭക്ഷണം കഴിച്ചു. ചില സമയത്ത് അല്പം പാലിനെ തന്റെ ചുണ്ടുകൊണ്ട് അനുഗ്രഹിച്ചപ്പോൾ ഒരു വലിയ സംഘത്തിന്റെ വയറു നിറയാൻ അത് പര്യാപ്തമായി തീർന്നു. ചില സമയത്ത് കുടിക്കാൻ യോഗ്യമല്ലാത്ത കിണർ വെള്ളത്തിൽ തന്റെ ഉമിനീര് ചേർത്തപ്പോൾ അതിലെ വെള്ളം ശുദ്ധമായി മാറി. ചിലപ്പോൾ ഗുരുതരമായി പരിക്കേറ്റവർക്ക് മേൽ തന്റെ കൈവച്ചപ്പോൾ അവർ സുഖപ്പെട്ടു. ചിലപ്പോൾ യുദ്ധാവസരത്തിൽ കണ്ണുകൾ പുറത്തേക്ക് വന്നപ്പോൾ തന്റെ കരസ്പർശം കൊണ്ട് അത് ശരിയാക്കി കൊടുത്തു. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവൃത്തികൾ തന്റെ വ്യക്തിഗതമായ കഴിവുകൊണ്ട് കാണിക്കുകയുണ്ടായി. അതിൽ ഗുപ്തമായ ഒരു ദൈവിക ശക്തി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുകളെ കുറിച്ച് ആ മഹാത്മാവിന്റെ വിവരണമാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഖുറൈശികളുടെ സൈന്യത്തിന്റെ തയ്യാറെടുപ്പിനെ പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായി കൂടിയാലോചന നടത്തിയതിനെ പറ്റിയും വിവരണം ലഭിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ യുദ്ധത്തിനല്ല, മറിച്ച് ബൈത്തുള്ള സന്ദർശിക്കുന്നതിനാണ് വരുന്നത് എന്ന് അറിഞ്ഞപ്പോഴും ഖുറൈശികൾ മുസ്ലിങ്ങളെ മക്കയിൽ കടക്കുന്നത് തടയാൻ തീരുമാനിച്ചു. വാളെടുക്കാൻ കഴിയുന്നവർ മുഴുവനും മുസ്ലിങ്ങളെ തടയാൻ പുറപ്പെട്ടു. യുദ്ധത്തിനല്ല വരുന്നത് എന്നറിഞ്ഞിട്ടും അവർ തങ്ങളുടെ കൂട്ടാളികളെ എല്ലാം കൂട്ടി 8000 സൈനികരോടൊപ്പം മക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ബൽദ എന്ന താഴ്വരയിൽ തമ്പടിച്ചു. ഖാലിദ് ബിൻ വലീദിനെ 200 ആളുകളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബാക്കളുടെയും വഴി തടയുന്നതിന് വേണ്ടി അഫ്സാനിൽ നിന്ന് 8 മൈൽ അകലെ കറഉൽ ഗമീം എന്ന താഴ്വരയിലേക്ക് പറഞ്ഞയച്ചു. ഹദ്രത്ത് മസൂർ ബിൻ മഹ്റമയും മർവാൻ ബിൻ ഹക്കമും നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്സാന് സമീപം ഇഷ്താത്ത് എന്ന ജലാശയത്തിനടുത്തെത്തിയപ്പോൾ അന്വേഷകരായ ആളുകൾ തിരുനബിയുടെ അടുക്കൽ വന്നു പറഞ്ഞു, ഖുറൈശികൾ അങ്ങേക്കെതിരിൽ വലിയ സൈന്യത്തെ സ്വരുക്കൂട്ടിയിരിക്കുന്നു. അങ്ങേക്കെതിരിൽ വിവിധ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അവർ അങ്ങുമായി യുദ്ധം ചെയ്യുന്നതാണ്. അങ്ങയെ ബൈത്തുള്ളയിൽ പ്രവേശിക്കുന്നത് തടയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകുക. നമ്മെ ബൈത്തുള്ളയിൽ നിന്ന് തടയാൻ ആഗ്രഹിക്കുന്നവർക്കെതിരിൽ, അതായത് അവരുടെ ഭാര്യ മക്കൾക്ക് മേൽ ഞാൻ യുദ്ധം ചെയ്യുകയാണോ വേണ്ടത്? അവർ നമ്മുടെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ നാം അവരെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നതാണ്. ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ബൈത്തുള്ളയിലേക്ക് പോകുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് പുറപ്പെട്ടത്. ആരെയും ആക്രമിക്കാനോ ആരോടെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങ് ആ ഭവനത്തിലേക്ക് പുറപ്പെട്ടാലും ആരെങ്കിലും നമ്മെ തടയുകയാണെങ്കിൽ നമ്മൾ അവരുമായി യുദ്ധം ചെയ്യുന്നതാണ്. അതായത് നാം നമ്മുടെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുക, യാത്ര തുടരുക. ഹദ്രത്ത് ഹുസൈദ് ബിൻ ഹുസൈർ ഹദ്രത്ത് അബൂബക്കറിന്റെ ഈ അഭിപ്രായത്തോട് യോജിച്ചു. ഹദ്രത്ത് അബൂബക്കറിന് ശേഷം ഹസ്രത്ത് മിഖ്ദാദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഒരിക്കലും അങ്ങയോട് ബനി ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞതുപോലെ നീയും നിന്റെ നാഥനും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ് എന്ന് പറയുന്നതല്ല. യാ റസൂലല്ലാഹ്, അങ്ങ് മുന്നോട്ട് ഗമിച്ചാലും അങ്ങും അങ്ങയുടെ റബ്ബും യുദ്ധം ചെയ്താലും ഞങ്ങളും അങ്ങയോടൊപ്പം യുദ്ധം ചെയ്യുന്നതാണ്. ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തൻ്റെതായ ശൈലിയിൽ ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. മക്കക്കാർക്ക് വിവരം കിട്ടിയപ്പോൾ അവർ സൈന്യവുമായി വന്നു. അവർ മുസ്ലിങ്ങളോട് പറഞ്ഞു, ഇവിടെ വരാൻ നിങ്ങൾക്ക് ആരാണ് അനുമതി നൽകിയത്? മുസ്ലിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല വന്നത്, ഉംറ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഈ സ്ഥലം ഞങ്ങളുടെയും നിങ്ങളുടെയും പക്കൽ
വളരെ അനുഗ്രഹീതമാകുന്നു. ഞങ്ങൾ അത് സന്ദർശിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്, യുദ്ധം ചെയ്യാനല്ല. അവർ പറഞ്ഞു, നിങ്ങൾ തവാഫ് ചെയ്യുന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. അതായത് കാഫിര്യങ്ങൾ അവരെ വിലക്കുകയാണ്. ഞങ്ങളും നിങ്ങളും തമ്മിൽ വഴക്കുള്ളതാണ്. നിങ്ങൾ മക്കയിൽ വന്ന് തവാഫ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ വന്ന് നിങ്ങളുടെ ഭവനത്തെ തവാഫ് ചെയ്തു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അറേബ്യയിൽ മുഴുവനും ഞങ്ങൾക്ക് അഭിമാനക്ഷതമുണ്ടാകും. ഞങ്ങൾ അറേബ്യയിലുള്ള മുഴുവൻ ആളുകൾക്കും അനുമതി നൽകിയാലും നിങ്ങൾക്ക് അനുമതി നൽകുന്നതല്ല. വിവരണത്തിലുള്ളതുപോലെ ഖാലിദ് ബിൻ വലീദ് 200 പേരുടെ സൈന്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംഘത്തെ തടയാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഖാലിദ് ബിൻ വലീദിന്റെ വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെ ഹുദൈബിയയിലേക്ക് എത്തി. അതിന്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഗസ്ഫാന് സമീപം എത്തി. ഇത് മക്കയിൽ നിന്ന് ഏറെക്കുറെ 2 കാതം അകലെ വഴിയിലുള്ള ഒരു സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരാന്വേഷകരായ ആളുകൾ തിരിച്ചെത്തി പറഞ്ഞു, മക്കയിലെ ഖുറൈശികൾ വളരെ ആവേശത്തിലാണ്. അങ്ങയെ തടയുമെന്ന ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു. എത്രത്തോളം എന്നാൽ അവരിൽ പലരും തങ്ങളുടെ ആവേശവും മൃഗീയ ഭാവവും വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പുലിത്തോൽ അണിഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിന്റെ ഉറച്ച നിലപാടുമായി എന്ത് വന്നാലും മുസ്ലിങ്ങളെ തടയുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല ഖുറൈശികൾ എന്തിനും തയ്യാറുള്ള തങ്ങളുടെ ഒരു സംഘത്തെ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹം അന്ന് മുസ്ലിം ആയിരുന്നില്ല, പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ സംഘം ഇപ്പോൾ മുസ്ലിങ്ങളുടെ വളരെ സമീപത്താണുള്ളത്. അതിൽ അബൂജഹലിന്റെ മകൻ ഇക്രിമയും മറ്റുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ വിവരം കിട്ടിയപ്പോൾ വഴക്കിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി സഹാബാക്കളോട് പറഞ്ഞു, മക്കയിലേക്കുള്ള എല്ലാവർക്കും അറിയുന്ന വഴി ഒഴിവാക്കി മറ്റൊരു വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുക. അങ്ങനെ മുസ്ലിങ്ങൾ വളരെ പ്രയാസഭരിതമായ വഴിയിലൂടെ സമുദ്രതീരത്തിലൂടെ മുന്നോട്ട് ഗമിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടിയല്ല വന്നത്, മറിച്ച് ഉംറ ചെയ്യാൻ പോവുകയായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പുറപ്പെട്ടു. നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേർന്നു. ഖാലിദ് ബിൻ വലീദിന് മുസ്ലിങ്ങൾ വഴിമാറിയതുപോലും അറിഞ്ഞില്ല. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് മുസ്ലിം സൈന്യം പോയ വഴിയിൽ ഒടിപടലം കണ്ടപ്പോൾ ഓടിപ്പോയി ഖുറൈശികളുടെ അടുത്തെത്തി വിവരം ധരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ എത്തിയത് സംബന്ധിച്ച് നിവേദനങ്ങളുണ്ട്. ഹസ്രത്ത് മസൂർ ബിൻ മഖദമയും മർവാനും നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയുടെ സന്ദർഭത്തിൽ അവിടേക്ക് പുറപ്പെടുകയും അങ്ങനെ ഖുറൈശികൾ ഗർവ് കാണിച്ചിരുന്ന താഴ്വരയിൽ എത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം അവിടെ ഇരുന്നു. ആളുകൾ അതിനെ എഴുന്നേൽപ്പിക്കാൻ ഒച്ച വെച്ചെങ്കിലും അത് അങ്ങനെ തന്നെ ഇരിക്കുകയുണ്ടായി. ആളുകൾ പറഞ്ഞു, കസ്വ ഇരുന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കസ്വ ഇരുന്നതല്ല, അങ്ങനെ ഒരു സ്വഭാവവും അതിനില്ല, മറിച്ച് ആനകളെപ്പോലും തളയ്ക്കുന്ന പരിശുദ്ധനായ അസ്തിത്വം അഥവാ അള്ളാഹു അതിനെ തടഞ്ഞതാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ കയ്യിലാണോ എൻ്റെ ജീവനുള്ളത് അവനാണ് സത്യം. ഖുറൈശികൾ ആവശ്യപ്പെടുന്നതെല്ലാം, അള്ളാഹുവിൻ്റെ ആദരവിന് അനുഗുണമായ കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ ശകാരിച്ചപ്പോൾ അത് എഴുന്നേറ്റു. പറയുന്നു, അള്ളാഹുവിൻ്റെ ആദരവിന് കോട്ടം തട്ടാത്ത രീതിയിൽ ഖുറൈശികൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം, ആവശ്യങ്ങളെല്ലാം ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നതാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ വീണ്ടും എഴുന്നേൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരിൽ നിന്ന് മാറി ഹുദൈബിയുടെ ഒരറ്റത്ത് ചെറിയ ഒരു ജലാശയമുള്ള സ്ഥലത്ത് തമ്പടിച്ചു. ഇത് ബുഖാരിയിലുള്ള ഒരു നിവേദനമാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം നിൽക്കുകയും മുന്നോട്ട് നീങ്ങാതിരിക്കുകയും ചെയ്തു. സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഒട്ടകം ക്ഷീണിച്ചിരിക്കുന്നു, അങ്ങ് അതിനു പകരം മറ്റൊരു ഒട്ടകത്തിൽ യാത്ര ചെയ്താലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അത് ക്ഷീണിച്ചിട്ടില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഇച്ഛ നമ്മൾ ഇവിടെ തന്നെ നിൽക്കണമെന്നാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് മക്കക്കാരോട് എല്ലാ നിലയ്ക്കും നമുക്ക് ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതാണ്. അവർ ഏതു തരത്തിലുള്ള നിബന്ധന വെച്ചാലും ഞാനത് അംഗീകരിക്കുന്നതുമാണ്. ആ സമയത്ത് മക്കയിലുള്ള സൈന്യം മക്കയിൽ നിന്ന് വളരെ ദൂരെയാണ് ഉണ്ടായിരുന്നത്. അവർ മുസ്ലിങ്ങളെ പ്രതീക്ഷിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ
ഒരു യുദ്ധവും കൂടാതെ മക്കയിൽ പ്രവേശിക്കാമായിരുന്നു. പക്ഷേ മക്കക്കാരുടെ അനുമതിയോടുകൂടി നീങ്ങാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത്. മക്കക്കാർ സ്വയം യുദ്ധം ചെയ്യാൻ നിർബന്ധിച്ചാൽ അത് വേറെ കാര്യം. അതുകൊണ്ട് മക്കയിലേക്കുള്ള പാത തുറന്നു കിട്ടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ തമ്പടിച്ചു. ബുഖാരിയിലുള്ള നിവേദനത്തിൽ പറയുന്നു, മുസ്ലിങ്ങൾ ഹുദൈബിയയിൽ തമ്പടിച്ച വെള്ളത്തിന്റെ തടാകത്തിൽ നിന്ന് ആളുകൾ അല്പാൽപമായി വെള്ളം എടുത്തു തുടങ്ങി. കുറച്ച് സമയത്തിനകം തന്നെ അവർ വെള്ളമെടുത്തപ്പോൾ അത് വറ്റിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ദാഹത്തെ സംബന്ധിച്ച് പരാതിപ്പെട്ടു. ഹദ്റത്ത് നാജിയ ബിൻ ആജം നിവേദനം ചെയ്യുന്നു, ഹുദൈബിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ പോയി വെള്ളം കുറവാണെന്ന് പരാതിപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. തൻ്റെ അവനാഴിയിൽ നിന്ന് ഒരമ്പ് എനിക്ക് എടുത്തു തന്നു. പിന്നെ അരുവിയിലെ വെള്ളം ഒരു പാത്രത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അതുമായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുകയും വായിൽ വെള്ളമാക്കി അതിലേക്ക് തന്നെ തിരിച്ച് ഒഴിക്കുകയും ചെയ്തു. തുടർന്ന് എന്നോട് പറഞ്ഞു, ഈ പാത്രത്തിലെ വെള്ളം വറ്റിപ്പോയ ആ അരുവിയിൽ ഒഴിക്കുക, അതിലെ വെള്ളത്തിൽ ഈ അമ്പ് നാട്ടുകയും ചെയ്യുക. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സത്യവുമായി അയച്ച അള്ളാഹുവാണേ സത്യം. ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് പുറത്തേക്ക് വന്നത്. എൻ്റെ 4 ഭാഗത്തും വെള്ളമുയർന്നു. വെള്ളമൊഴിച്ച് അമ്പ് നാട്ടി ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് കിണറിൽ വെള്ളം ഉയരാൻ തുടങ്ങി. അടുപ്പിലെ പാത്രം തിളയ്ക്കുന്നത് പോലെ വെള്ളം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം ഉയരുകയും കരയോടൊപ്പം എത്തുകയും ചെയ്തു. ആളുകൾ അതിൻ്റെ കരയിലിരുന്ന് വെള്ളം നിറച്ചു തുടങ്ങി. എത്രത്തോളം എന്നാൽ അവരിൽ അവസാന വ്യക്തിയും ദാഹം ശമിപ്പിക്കുകയുണ്ടായി. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ആ സന്ദർഭത്തിലുണ്ടായ ഒരു മഴയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതും ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അതേ ദിവസം രാത്രിയോ അതിനടുത്ത ദിവസങ്ങളിലോ മഴയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ നമസ്കാരത്തിന് വേണ്ടി വന്നപ്പോൾ മൈതാനം മുഴുവനും വെള്ളം കെട്ടി നിൽക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ നാഥൻ എന്താണ് പറഞ്ഞത് എന്നറിയാമോ? സഹാബാക്കൾ തങ്ങളുടെ പതിവ് ശീലമനുസരിച്ച് അള്ളാഹുവും അവൻ്റെ റസൂലും നന്നായി അറിയുന്നു എന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഇങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ ദാസന്മാരിൽ പലരും ശരിയായ ഈമാന്റെ അവസ്ഥയിലാണ് നേരം വെളുപ്പിച്ചത്. പക്ഷേ ചിലർ കുഫറിന്റെ അവസ്ഥയിൽ ചഞ്ചലപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം നമുക്ക് മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും മുഖേന മഴയുണ്ടായി എന്ന് പറഞ്ഞ ദാസന്മാർ തങ്ങളുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിന്നവരാണ്. എന്നാൽ ഇന്ന നക്ഷത്രങ്ങളുടെ സ്വാധീന ഫലമായിട്ടാണ് മഴ ഉണ്ടായെന്ന് പറയുന്നവർ തീർച്ചയായും സൂര്യന്റെയും ചന്ദ്രന്റെയും വിശ്വാസികളാണ്. പക്ഷേ അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരുമാണ്. ഈ നിർദ്ദേശം മുഖേന തൗഹീദിന്റെ സമ്പത്തുമായി നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് നൽകിയ പാഠം എന്തെന്നാൽ, തീർച്ചയായും കാര്യകാരണങ്ങൾക്ക് വിധേയമായിട്ടാണ് അള്ളാഹു ഈ പ്രപഞ്ച സംവിധാനത്തെ നടത്തിക്കൊണ്ടു പോകുന്നതിന് വിവിധ സാധന സാമഗ്രികൾ ഒരുക്കിയിട്ടുണ്ട്. മഴയും മറ്റും ഉണ്ടാകുമ്പോൾ ആകാശീയ നക്ഷത്രാദികൾക്കുള്ള സ്വാധീനത്തെ നിഷേധിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥ തൗഹീദ് ഈ സാമഗ്രികളെല്ലാം ഉണ്ടായിട്ടും മനുഷ്യന്റെ ദൃഷ്ടി എല്ലാത്തിനും അപ്പുറത്തുള്ള അസ്തിത്വത്തെക്കുറിച്ച് അശ്രദ്ധമാകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധനാകാൻ പാടില്ല. സാധന സാമഗ്രികളും അള്ളാഹു തന്നെയാണ് തന്നിട്ടുള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുമ്പോൾ മാത്രമാണ് സാധന സാമഗ്രികൾ പ്രയോജനപ്പെടുകയുള്ളൂ. അവനാണ് ആ സാഹചര്യങ്ങളെയും സാധനങ്ങളെയും സൃഷ്ടിച്ചവൻ. അവൻ തന്നെയാണ് തന്റെ സംവിധാനത്തിന്റെ മൂലകാരണം. അവനെ കൂടാതെ ഭൗതിക സാഹചര്യങ്ങൾക്ക് ഒരു മൃതമായ കീടത്തെക്കാളും വലിയ പ്രസക്തിയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അംർ ബിൻ സാലിമും ബസർ ബിൻ സുഫിയാനും നൽകിയ ഉപഹാരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അംർ ബിൻ സാലിമും ബസർ ബിൻ സുഫിയാനും ഖസാ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. അവർ ഹുദൈബിയയുടെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആടുകളെയും ഒട്ടകങ്ങളെയും ഉപഹാരമായി നൽകി. അംർ ബിൻ സാലിം ഹദ്റത്ത് സഅദ് ബിൻ ഉബാദയ്ക്കും ഒട്ടകം സമ്മാനമായി കൊടുത്തിരുന്നു. ഹദ്റത്ത് സഅദ് അംറിന്റെ സുഹൃത്തായിരുന്നു. ഹദ്റത്ത് സഅദ് ബിൻ ഉബാദ പ്രസ്തുത ഉപഹാരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി പറഞ്ഞു, അമർ അദ്ദേഹത്തിന് ഒട്ടകം സമ്മാനമായി നൽകിയിട്ടുണ്ട്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമർ നമുക്കും ഉപഹാരം നൽകിയിട്ടുണ്ട്. അള്ളാഹു അമ്രിന്റെ സമ്പത്തിൽ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ എന്ന് ദുആ ചെയ്തു. തുടർന്ന് പറഞ്ഞു, ഒട്ടകങ്ങളെ അറുത്ത് സഹാബാക്കൾക്കിടയിൽ വിതരണം ചെയ്യുക, ആടുകളെയും അവർക്കിടയിൽ വീതം വയ്ക്കുകയും ചെയ്തു. ഈ വിതരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ഉൾപ്പെടുത്തിയിരുന്നു. ഹദ്റത്ത് ഉമ്മേ സൽമയുടെ അടുക്കൽ മറ്റുള്ളവർക്ക് കൊടുത്തയച്ചതുപോലെ ഒട്ടകത്തിന് ഇറച്ചി കൊടുത്തയച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പങ്കിൽ വന്ന ആടുകളുടെ കുറച്ച് ഇറച്ചിയും ഹദ്റത്ത് ഉമ്മേ സൽമയ്ക്ക് കൊടുത്തയക്കുകയുണ്ടായി. ഉപഹാരവുമായി വന്ന വ്യക്തിക്ക് വസ്ത്രങ്ങൾ ഉപഹാരമായി നൽകാൻ കൽപ്പിക്കുകയും ചെയ്തു. ഈ ഉപഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ് കിട്ടിയതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂട്ടി സഹാബാക്കൾക്കിടയിൽ വിതരണം ചെയ്തു. ഈ വിവരണം തുടരുന്നതാണ്. ഹുദൈബിയയെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അത് പിന്നീട് വിവരിക്കുന്നതുമാണ്. ഈ സമയത്ത് ഞാൻ ചില മർഹൂമിങ്ങളെ അനുസ്മരിക്കുന്നതും നമസ്കാരത്തിന് ശേഷം അവരുടെ ജനാസ നിർവഹിക്കുന്നതുമാണ്. അതിലെ ആദ്യത്തെ അനുസ്മരണം ബംഗ്ലാദേശിലെ ജനാബ് മുഹമ്മദ് അബ്ദുള്ള സാഹിബിന്റെ മകൻ ഷെഹറിയാർ റക്കീനെ കുറിച്ചുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നു, ബംഗ്ലാദേശിൽ ആഗസ്റ്റ് 5 സർക്കാർ സ്ഥാനഭ്രഷ്ടമാക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കലാപമാണ് ഉണ്ടായത്. സർക്കാർ സ്ഥാനഭ്രഷ്ടമാക്കപ്പെട്ടപ്പോൾ രാജ്യത്ത് അരക്ഷിതാവസ്ഥ പടർന്നു. അഹമ്മദിയ വിരോധികൾ അത് മുതലെടുത്തുകൊണ്ട് അഹമ്മദ് നഗർ ജമാഅത്തിനുമേൽ ആക്രമണം നടത്തി. നേരത്തെയും ഇവിടെ ആക്രമണം നടത്തിയിട്ടുള്ളതാണ്. വിരോധികൾ അഹമ്മദികളുടെ വീടുകൾക്ക് തീയിട്ടു, മസ്ജിദിനെയും അഗ്നിക്കിരയാക്കി. ജാമിയിലേക്കും ജൽസാഗാഹിലേക്കും വരികയുണ്ടായി. ജാമിയിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജൽസാഗാഹിന് പിന്നിലൂടെ വന്ന് ജലസയുടെ സംരക്ഷണത്തിന് വേണ്ടി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഖാദിമീങ്ങളെ വളയുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് ഷെഹരിയാറിന്റെ തലയ്ക്കും ശക്തമായി പരുക്കുപറ്റി. അത് കാരണം 3 മാസത്തോളം ചികിത്സയിലായിരുന്നു. അവസാനം നവംബർ 8 16-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ അദ്ദേഹം ഷഹാദത്തിന്റെ പദവി കരസ്ഥമാക്കി. ഷെഹരിയാർ വഖഫിനോ പദ്ധതിയിൽ അംഗമായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ മാതാപിതാക്കളും പിതാമഹനും പിതാമഹിയും കൂടാതെ ഒരു സഹോദരിയും 2 സഹോദരന്മാരുമുണ്ട്. മർഹൂമിന്റെ കുടുംബത്തിൽ പ്രപിതാമഹനായ ഹദരത്ത് മുൻഷി സിറാജുൽ ഇസ്ലാം സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. അദ്ദേഹം അല്ലാമ സില്ലുർ റഹ്മാൻ സാഹിബ് മുഖേന ജമാഅത്തിലെ ഭൂരിപക്ഷം ആളുകളോടൊപ്പം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. മർഹൂം ജമാഅത്തി സേവനങ്ങൾ സ്വയം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അഹമ്മദ് നഗറിലെ മജ്ലിസ് അത്ഫാൽ അഹമ്മദിയയുടെ പ്രവർത്തക സമിതിയിൽ മാൽ സെക്രട്ടറിയായും സേവനം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് എഴുതുന്നു, അവരുടെ ഈ മകൻ ആദ്യം മുതലേ നമസ്കാരത്തിലും ഇബാദത്തുകളിലും ചിട്ടയും ജമാഅത്തി പ്രവർത്തനങ്ങളിൽ ഒരുപാട് താല്പര്യവുമുള്ള കുട്ടിയായിരുന്നു. മാത്രമല്ല പഠനത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ജമാഅത്തി പ്രവർത്തനങ്ങളിൽ പിന്നെ പങ്കെടുത്താൽ മതിയെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുമായിരുന്നു. അഹമ്മദ് നഗറിൽ ഇജ്തിമായോ ജലസയോ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം വീട്ടിൽ നിന്നിറങ്ങി അവിടെ എത്തുമായിരുന്നു. മാതാവ് തുടരുന്നു, വീട്ടിലെ ചെറിയ മകനായതുകൊണ്ട് ഒരുപാട് ജോലികളിൽ എന്നെയും സഹായിച്ചിരുന്നു. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാനും മറ്റും സഹായിക്കുമായിരുന്നു. ഈ കുട്ടി എല്ലാവരുമായും വളരെ വേഗം അന്യരായ ആളുകൾക്കിടയിൽ പോലും ഇഴുകിച്ചേർന്നിരുന്നു. അവന്റെ മൂത്ത സഹോദരനെ പോലെ ജാമ്യയിൽ പ്രവേശിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൽ ആയിരുന്നു. മാതാവ് തുടർന്ന് എഴുതുന്നു, അവനിൽ പല നന്മകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെഹരിയാറിന്റെ ഷഹാദത്തിനെ കുറിച്ച് നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നു. അഹമ്മദ് നഗർ ഖുദാമുൽ അഹമ്മദിയ ഖായിദ് നജുമുസ് സാക്കിബ് സാഹിബ് പറയുന്നു, നേരത്തെ കഴിഞ്ഞ വർഷം 2023 മാർച്ചിൽ ജൽസയ്ക്കിടെ ഉണ്ടായ ആക്രമണത്തിന്റെ ഫലമായി എഞ്ചിനീയർ സാഹിദ് ഹുസൈൻ സാഹിബ് ഷഹീദായിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് നമസ്കരിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് ഖുത്ബയിൽ അനുസ്മരിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ എല്ലാ ഡ്യൂട്ടിക്കാരും ഭക്ഷണം കഴിക്കുമ്പോൾ ഖുത്ബ കേട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ഷെഹരിയാർ റക്കീൻ പറഞ്ഞു, ഞാനാണ് ഷഹീദായെങ്കിൽ എന്നെയും ഇന്ന് അനുസ്മരിക്കുമായിരുന്നു. വിശദീകരണത്തിൽ എഴുതുന്നു, ആഗസ്റ്റ് 5 ആക്രമികൾ ഓർക്കാപ്പുറത്ത് ആക്രമണം നടത്തി. ഇപ്രാവശ്യം വലിയ ബഹളങ്ങൾക്ക് ശേഷം ആക്രമണം ഉണ്ടായപ്പോൾ വലിയ തോതിൽ ആളുകൾ ജാമ്യയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. റോഡിന്റെ ഇരുവശത്തും കേവലം 15 വീതം ഖാദിമ്യങ്ങളാണ്
ഡ്യൂട്ടിക്ക് നിന്നത്. ഷെഹരിയാറും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. വളരെ ധൈര്യപൂർവ്വം കാവൽ നിൽക്കുകയും സംരക്ഷണ കാര്യത്തിൽ ഖായിദ് സാഹിബിനെ സഹായിക്കുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് അക്രമികൾ ഗേറ്റ് തല്ലിത്തകർത്ത് അകത്തേക്ക് പ്രവേശിച്ചു. അകത്ത് കയറിയതും ആക്രമണം അഴിച്ചുവിട്ടു. വലിയ ദണ്ഡുകളുമായി ആളുകളെ മർദ്ദിച്ച് അവശരാക്കി. ഏറ്റവും അധികം പരുക്ക് പറ്റിയത് മർഹൂമിനായിരുന്നു. എത്രമാത്രം പരുക്ക് പറ്റിയെന്നാൽ തലയിലാണ് ഏറ്റവും അധികം പരിക്കേറ്റത്. കീഴ്ത്താടി പൂർണ്ണമായും മരവിച്ചുപോയി. അത് അദ്ദേഹം അപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ആർമിയുടെ വാഹനം വരികയും കുറച്ച് സമയത്തിനകം പട്ടാളക്കാർ ആക്രമികളിൽ നിന്ന് പരിക്കേറ്റവരെ എടുത്ത് ഓടുകയും ചെയ്തു. ഖായിദ് എഴുതുന്നു, അദ്ദേഹം എപ്പോഴും ഡ്യൂട്ടിക്കും സേവനത്തിനും തയ്യാറായിരുന്നു. മസ്ജിദ് വൃത്തിയാക്കുന്നതിലും വക്കാരമലിലും സ്വയം പങ്കെടുക്കുകയും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഫജ്ർ, തഹജ്ജുദ് നമസ്കാരങ്ങൾക്ക് ആളുകളെ വിളിച്ചുണർത്തുന്ന ഡ്യൂട്ടിയും ചെയ്തിരുന്നു. ബംഗ്ലാദേശ് ജാമിയ വിദ്യാർത്ഥി സുഹർ സാഹിബ് പറയുന്നു, അദ്ദേഹത്തെ മറവടക്കുന്ന സമയത്ത് ഞാൻ ജൽസാഗാഹിൽ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ അഹമ്മദ് നഗറിലെ ഒരു ഖാദിമിനോട് ചോദിച്ചു, നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം കഴിച്ചു കൂട്ടുകയും കളിക്കുകയുമൊക്കെ ചെയ്തവരാണ്. അദ്ദേഹത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിരിക്തമാക്കുന്നത്? അയാൾ പറഞ്ഞു, 2023 ജൽസ വേളയിൽ ഷഹീദായ സാഹിദ് ഹസൻ സാഹിബിനെ സംബന്ധിച്ച് ഒരു പ്രദർശനം ഒരുക്കിയിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചത് കാണുന്ന വേളയിൽ പെട്ടെന്ന് റക്കീൻ പറഞ്ഞു, സാഹിദ് ഭായിയെ പോലെ ഞാനും ഷഹീദായിരുന്നുവെങ്കിൽ എൻ്റെ ചിത്രങ്ങളും ഇവിടെ ഉണ്ടാകുമായിരുന്നു. എന്നെക്കുറിച്ചും ഖുത്ബയിൽ പറയുമായിരുന്നു. അദ്ദേഹം ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടുപോയി. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തു. പരേതൻ്റെ എളാമ സീനത്ത് ഫൗസിയ പറയുന്നു, ഇയാൾ തൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും ഇളയ ആളായിരുന്നു. എല്ലാവരും പറയുന്നത് കേൾക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുമായിരുന്നു. ആക്രമണമുണ്ടായ ദിവസം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, പള്ളി സംരക്ഷിക്കാനാണ് പോകുന്നത്. അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഷഹീദാകുന്നതാണ്. ഏതായാലും ഷഹീദ് മർഹൂം വലിയവർക്കും ത്യാഗത്തിൻ്റെ ഒരു മാതൃകയാണ് സ്ഥാപിച്ചത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും സഹനവും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം അറേബ്യയിലെ നമ്മുടെ ഒരു ആദ്യകാല സുഹൃത്തായ കബാബീറിലെ അബ്ദുള്ള അസദ് ഓദെ സാഹിബിൻ്റെതാണ്. ഞാൻ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം 94 വയസ്സിൽ വഫാത്തായി. ഇന്നല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കബാബീറിൽ അഹമ്മദിയ മുബല്ലിഗുമാരുമായി ഏറെ സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. അവിടെയുള്ള മുബല്ലിഗുമാരുടെ ആത്മാർത്ഥമായ പരിശ്രമവും ദുആകളും എല്ലാത്തിനുമുപരി ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദുആകളുടെ ഫലമായി കബാബീർ എപ്പോഴും അള്ളാഹുവിൻ്റെ സംരക്ഷണയിലും സമാധാനത്തിലുമായിരുന്നു. പ്രത്യേകിച്ചും ഫലസ്തീൻ യുദ്ധത്തിലും 1948 വലിയ തോതിലുണ്ടായ പലായനത്തിൻ്റെ സമയത്തും അള്ളാഹു കബാബീറിനെ സംരക്ഷിച്ചു. മർഹൂം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം മുതൽ അവസാനം വരെയും അഹമ്മദിയ ഖലീഫമാരുമായി കത്തറുപാട് നടത്തുകയും അനുസരണത്തിലും ആത്മാർത്ഥതയിലും വലിയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ആരംഭകാല മൂസികളിലും ഉൾപ്പെടുന്നു. 1934 ഹദ്റത്ത് മൗലാന അബുൽ അത്താ സാഹിബ് ജാലന്ധരി അഹമ്മദിയ സ്കൂൾ തുറന്നപ്പോൾ മർഹൂം അതിൽ പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി. 1948 ഇംഗ്ലീഷ് സ്കൂളിൽ പ്രവേശനം നേടി. അവിടെ നിന്നാണ് മെട്രിക് ചെയ്തത്. തുടർന്ന് അൽ ഖുദ്ദൂസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഡിഗ്രി നല്ല രീതിയിൽ പാസ്സായി. 20 വർഷം വ്യവസായ വാണിജ്യ വകുപ്പിൽ ജോലി ചെയ്തു. അതിനുശേഷം സർക്കാരിൻ്റെ ഓഡിറ്റ് വകുപ്പിൽ വലിയ പദവിയിൽ ജോലി ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. 1995 റിട്ടയർമെന്റിന് ശേഷം മതകാര്യ മന്ത്രാലയത്തിൽ ഇസ്ലാമിക വിഭാഗം സദറായി ഓഫർ വന്നിരുന്നു. ചില മുസ്ലിം രാജ്യങ്ങൾ അഹമ്മദിയാണെന്ന കാരണത്താൽ അതിനെ എതിർത്തു. അപ്പോൾ അദ്ദേഹം തന്റെ നിലപാടിലും അഹമ്മദിയത്തിലും ഉറച്ചു നിന്നുകൊണ്ട് പ്രസ്തുത ഓഫർ ഉപേക്ഷിച്ചു. 1945 ഹദ്റത്ത് ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബ് UN പ്രതിനിധി എന്ന നിലയ്ക്ക് ഫലസ്തീൻ പര്യടനത്തിന് പോയിരുന്നു. അപ്പോൾ മിഷൻ ഹൗസിലും വന്നിരുന്നു. അദ്ദേഹം ഷെരീഫ് ഓദയുടെ പിതാമഹനായ മർഹൂം അബൂ സലാഹ് മുഹമ്മദ് സാലി ഓദയുടെ വസതിയിലാണ് തങ്ങിയത്. അന്ന് മർഹൂം അബ്ദുള്ള അസദ് സാഹിബിന് 15 വയസ്സായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ചൗധരി സാഹിബിന്റെ സവിധത്തിലെത്തുകയും അദ്ദേഹത്തിന് പത്രങ്ങളും മറ്റും എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. മർഹൂം എപ്പോഴും മുബല്ലിഗുമാരുടെ കൂടെ കഴിഞ്ഞിരുന്നു. അദ്ദേഹം ജനറൽ സെക്രട്ടറി,
താലീം തർബിയത്ത് സെക്രട്ടറി, ഉമൂറെ ഖാരിജ സെക്രട്ടറി, സദർ മൈസ് അൻസാറുള്ള, ശതവാർഷിക ജൂബിലി സെക്രട്ടറി തുടങ്ങിയ പദവികളിൽ ജമാഅത്തി സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. കബാബീറിൽ മദ്രസ അഹമ്മദിയ പുതുക്കി പണിയുന്ന മഹത്തായ പദ്ധതിയിൽ മുബല്ലിഗ് ജലാലുദ്ദീൻ ഖബർ സാഹിബിന്റെ സഹായിയായിരുന്നു. കൂടാതെ വലിയ എഴുത്തുകാരനുമായിരുന്നു. അറബി മാസികയായ അൽ ബുഷ്രയിൽ 70 വർഷത്തോളം 10-ലേറെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സൂറ കാഫിന്റെ തഫ്സീർ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് മുബല്ലിഗ് ഫദ്ലിലാഹി ബഷീർ സാഹിബിന്റെ കാലത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അറേബ്യൻ രാജ്യങ്ങളിൽ അഹമ്മദി ജമാഅത്തും ബഹായിസവും ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളാണെന്ന് പറഞ്ഞ് ജമാഅത്തിന് ശത്രുക്കൾ പ്രചാരണം നടത്തിയിരുന്നു. ജമാഅത്തിനെ ബഹായികളുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു. അബ്ദുള്ള അസദ് സാഹിബ് അതിന് വായടപ്പൻ മറുപടി നൽകിക്കൊണ്ട് അറബിയിൽ അൽ മുആമിറത്തുൽ കുബറ എന്ന ശീർഷകത്തിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ കബാബീർ ജമാഅത്തിന്റെ ചരിത്രം അൽ കബാബീർ ബലദി എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. വളരെ ആത്മാർത്ഥനും അഭിമാനിയും ജമാഅത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അഭിമാനബോധമുള്ള ജമാഅത്തിന്റെ സത്യസന്ധനായ സേവകനുമായിരുന്നു. പാർലമെന്റ് മെമ്പറാകുന്നതിനും അദ്ദേഹത്തിന് ഓഫറുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിന് അതിൻ്റെതായ തത്വങ്ങളുണ്ട് എന്നും തന്റെ തത്വം അഹമ്മദിയത്താണെന്നും പറഞ്ഞ് പ്രസ്തുത ഓഫർ നിരാകരിക്കുകയുണ്ടായി. മർഹൂമിന്റെ മകൻ ഖാലിദ് അബ്ദുള്ള പറയുന്നു, ചില സമയത്ത് പിതാവ് ജമാഅത്തി ജോലികളിൽ വ്യാപൃതനായിരിക്കുമ്പോൾ ഉമ്മ കൂടെ ഇരുന്ന് ചായ കഴിക്കാനോ പുറത്തു പോകാനോ വിളിച്ചാൽ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് ജമാഅത്തിന്റെ പ്രധാന ജോലികളുണ്ട്, അത് കഴിഞ്ഞ ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രഥമ പരിഗണന ജമാഅത്തി ജോലികൾക്കായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 3 ആൺമക്കളും 3 പെൺമക്കളും 14 പേരക്കുട്ടികളുമുണ്ട്. അള്ളാഹു മർഹൂമിനോട് ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ തലമുറയ്ക്കും അദ്ദേഹത്തിന് ചുവടുകളിൽ ചരിക്കാൻ സൗഭാഗ്യം ലഭിക്കുമാറാകട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ശേഷം ഈ ജനാസ ഗായിബ് എല്ലാം നമസ്കരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله